ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥയെക്കുറിച്ചാണ്. വർഷങ്ങളായി ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? മക്കളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ മാറാത്ത ഒരു രോഗസൗഖ്യത്തിനു വേണ്ടി, നിങ്ങളുടെ കടബാധ്യതകൾ തീർന്നു കിട്ടാൻ വേണ്ടി, കുടുംബത്തിൽ നഷ്ടപ്പെട്ട സമാധാനം തിരികെ കിട്ടാൻ വേണ്ടി ഒരുപാട് സങ്കടത്തോടെ എത്ര രാത്രികൾ നിങ്ങൾ കണ്ണുനീർ ഒഴുക്കി ഒരുപാട് പ്രാർത്ഥിച്ചോ? എന്നിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രതിഫലവും കിട്ടിയില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വാതിൽ മാത്രം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണോ? ചിലപ്പോഴെങ്കിലും വലിയ നിരാശയോടെ നിങ്ങൾ ആകാശത്ത് നോക്കി ചോദിച്ചിട്ടുണ്ടാകും, ദൈവമേ, അങ്ങൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കാത്തതെന്താണ്? എൻ്റെ ആകാശം മാത്രം എപ്പോഴും ഇരുട്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് എന്നെ മറന്നുപോയോ? ഈ സങ്കടത്തോടെ വലിയ നിരാശയോടെ ഇരിക്കുന്ന നിങ്ങളോട് സാക്ഷാൽ യേശുക്രിസ്തു ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടുമല്ല, മറിച്ച് ദൈവം സ്വർഗത്തിൽ നിന്നും ചൊരിയുന്ന അനുഗ്രഹങ്ങൾ കോരിയെടുക്കാൻ പാകത്തിനുള്ള വലിയൊരു പാത്രം നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരൊറ്റ പാത്രം മാത്രമേ പാടുള്ളൂ എന്ന് ഈശോ പറയുന്നു. എന്താണ് ആ പാത്രമെന്നും നിങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ എങ്ങനെയാണ് ഈ പാത്രം കൊണ്ട് തുറക്കാൻ പോകുന്നതെന്നും ആണ് അടുത്ത കുറച്ചു മിനിറ്റുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ സകല ഉത്കണ്ഠകളും മാറി വലിയൊരു സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നുവരും. വീഡിയോ മുഴുവനായി ശ്രദ്ധയോടെ കാണുക. ഈ വലിയ ആത്മീയ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്വന്തം ബുദ്ധിയിലും കണക്ക് കൂട്ടലുകളിലും ആശ്രയിക്കാതെ തൻ്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും സങ്കടങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന സകലരും താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നിങ്ങൾ വായ തുറന്ന് എഴുതുന്ന ഈ ഒരൊറ്റ വരി സ്വർഗത്തിലെ വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ തുറക്കാനുള്ള താക്കോലായി മാറട്ടെ. ഒന്നാമതായി നാം ചിന്തിക്കുന്നത്, ഇതുകൊണ്ടാണ് നാം ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടാത്തത് എന്നാണ്. നമ്മൾ മുടങ്ങാതെ പള്ളിയിൽ പോകുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എന്നിട്ടും എവിടെയാണ് നമുക്ക് തെറ്റുന്നത്? യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 8 വരെ. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഹൃദയം മുഴുവൻ ഭയമാണ്. ദൈവമേ, ഈ അസുഖം മാറണേ എന്ന് നമ്മൾ വായ കൊണ്ട് പ്രാർത്ഥിക്കും. എന്നാൽ അപ്പോൾ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കും, ഇതൊന്നും മാറാൻ പോകുന്നില്ല. ഡോക്ടർ പറഞ്ഞത് ഇത് ഭേദമാകാൻ വളരെ ബുദ്ധിമുട്ടുള്ള അസുഖമാണെന്ന് എന്നാണ്. കടങ്ങൾ തീർക്കാൻ നമ്മൾ പ്രാർത്ഥിക്കും. കൂടെ തന്നെ നമ്മൾ ചിന്തിക്കും, എവിടുന്ന് കാശ് വരാനാണ്? യാതൊരു വഴിയും നമ്മൾ കാണുന്നില്ലല്ലോ എന്ന്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ എപ്പോഴും ഒരു സംശയമുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ദൈവത്തോട് ഒരു കാര്യം ചോദിക്കും, എന്നിട്ട് അത് എങ്ങനെ നടക്കണം, ഏത് വഴിയിലൂടെ നടക്കണം, എപ്പോൾ നടക്കണം എന്ന് നമ്മൾ തന്നെ പ്ലാൻ ചെയ്യും. നമ്മൾ വരച്ചു വെച്ച പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. മനസ്സിലാക്കുക, ഉത്കണ്ഠയും ഭയവും സംശയവും നിറഞ്ഞ ഒരു ഹൃദയത്തിലേക്ക് അത്ഭുതങ്ങൾ ചൊരിയാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകളിൽ ആശ്രയിക്കുമ്പോൾ ദൈവം മാറി നിൽക്കും. ഈശോ പറയുന്നത്, ഇത് നിങ്ങളുടെ ജീവിതം മാറ്റും. എൻ്റെ കരുണയുടെ അനുഗ്രഹങ്ങൾ കോരിയെടുക്കാൻ ഒരൊറ്റ പാത്രം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ ശരണമാണ്. ഒരു ആത്മാവ് എത്രത്തോളം എന്നിൽ ശരണപ്പെടുന്നുവോ അത്രത്തോളം അനുഗ്രഹങ്ങൾ ഞാൻ ആ ആത്മാവിന് നൽകും. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും വറ്റാത്ത, അതിരുകളില്ലാത്ത വലിയൊരു സമുദ്രമാണ്. ആ സമുദ്രത്തിൻ്റെ തീരത്ത് നിങ്ങൾ ചെന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം, അതായത് അനുഗ്രഹം, അവിടെ നിന്ന് നിങ്ങൾക്ക് കോരിയെടുക്കാം. അവിടെ യാതൊരു നിയന്ത്രണവുമില്ല. പക്ഷേ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പാത്രത്തിൻ്റെ വലിപ്പം എത്രയാണോ
അത്രയേ നിങ്ങൾക്ക് അവിടെ നിന്ന് കോരിയെടുക്കാൻ കഴിയൂ. പലരും ആ വലിയ സമുദ്രത്തിൻ്റെ അടുത്ത് പോകുന്നത് സംശയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഭയത്തിൻ്റെയും ചെറിയൊരു ടീസ്പൂൺ കൊണ്ടാണ്. ഒരു ചെറിയ ടീസ്പൂൺ കൊണ്ട് എത്രമാത്രം വെള്ളം കോരിയെടുക്കാൻ കഴിയും? വളരെ കുറച്ചു മാത്രം. ആ വെള്ളവും കൊണ്ട് തിരികെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം നമുക്കൊന്നും തരുന്നില്ല എന്ന്. നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തും. എന്നാൽ ദൈവം പറയുന്നു, മകനെ, എൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരു കുറവുമില്ല. സമുദ്രം മുഴുവൻ ഞാൻ നിനക്കായി തുറന്നു തന്നില്ലേ? പക്ഷേ അത് വാങ്ങാൻ തക്കവണ്ണമുള്ള വലിയൊരു പാത്രം നിന്റെ കയ്യിലില്ലല്ലോ. എന്താണ് ആ വലിയ പാത്രം? അതാണ് ദൈവത്തിനോടുള്ള പൂർണ്ണമായ ശരണം. നിങ്ങൾ വലിയൊരു പാത്രം കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അത്രയും അനുഗ്രഹം കിട്ടും. കർത്താവെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്കിലും ചുറ്റും ഇരുട്ടാണെങ്കിലും ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ പാത്രം. ആ പാത്രം നിറയെ സ്വർഗം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകും. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്താണ് ഈ ശരണപ്പെടൽ? വെറുതെ ഈശോയെ ഞാൻ ശരണപ്പെടുന്നു എന്ന് പറയുന്നതാണോ? ഒരിക്കലുമല്ല. വിശ്വാസവും ശരണവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. വചനം പറയുന്നു, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ എല്ലാം തകരുമ്പോൾ ആകാശത്തേക്ക് നോക്കി, ഈശോയെ, ഈ സഹനം അങ്ങ് എനിക്ക് അനുവദിച്ചു തന്നതാണെങ്കിൽ ഇതിൽ അങ്ങയുടെ എന്തോ വലിയ പദ്ധതിയുണ്ട്. എൻ്റെ ജീവിതം തകരാൻ അങ്ങ് ഇടവരുത്തില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഞാൻ അങ്ങയിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അതാണ് യഥാർത്ഥ ശരണം. യേശു പറയുന്നു, മനുഷ്യർ എൻ്റെ കരുണയെ സംശയിക്കുന്നതാണ് എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. നമ്മൾ സംശയിക്കുമ്പോൾ ഈശോ കരയുകയാണ്. നിന്റെ സ്വന്തം ബുദ്ധിയിൽ നീ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാതിരിക്കുമ്പോൾ നീ എനിക്ക് വലിയ സന്തോഷം നൽകുന്നു. നീ എന്നിൽ പൂർണ്ണമായി ശരണപ്പെടുമ്പോൾ ഞാൻ നിന്റെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ? നിങ്ങൾ ഭാരം ഇറക്കി വെച്ചാൽ ഈശോ നിങ്ങളുടെ ഭാരം ചുമക്കും. സ്വന്തം ബുദ്ധിയിൽ ഊറ്റം കൊള്ളുന്നത് നിർത്തുക. എല്ലാം ഈശോയെ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ നാലാമതായി, നമ്മുടെ കയ്യിലുള്ള ഈ പാത്രത്തിൻ്റെ വലിപ്പം ഇന്നു മുതൽ എങ്ങനെ കൂട്ടാം? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രശ്നം മാത്രം പറയുക. പരിഹാരം അവിടുന്ന് നിനക്ക് നൽകും. ഇങ്ങനെ നടക്കണം, എപ്പോൾ നടക്കണമെന്ന് ഈശോയോട് പറയാതിരിക്കുക. നീ പ്രശ്നങ്ങൾ മാത്രം ദൈവത്തോട് സമർപ്പിക്കുക. അവിടുന്ന് പരിഹാരം നിനക്ക് വളരെ വേഗത്തിൽ നൽകും. നന്മ നിനക്ക് കിട്ടുന്നതിന് മുൻപ് നീ അതിന് നന്ദി പറയുക. കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് നീ ദൈവത്തോട് നന്ദി പറയുക. ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. ഫിലിപ്പിയർ 4:6 പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞത സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയത്രേ വേണ്ടത്. ദൈവം നിനക്ക് സങ്കടം മാറ്റുന്നതിന് മുൻപ് തന്നെ നീ ദൈവത്തോട് നന്ദി പറയുക. കർത്താവേ, എൻ്റെ സങ്കടങ്ങളെ, എൻ്റെ വെല്ലുവിളികളെ, എൻ്റെ പ്രയാസങ്ങളെ, എൻ്റെ അസുഖങ്ങളെ അവിടുന്ന് മാറ്റിത്തരുന്ന കൃപയ്ക്കായി നന്ദി. ഇങ്ങനെ പ്രാർത്ഥിക്കുക. സ്വർഗം അത്ഭുതപ്പെടും. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും. അതുവരെ നിങ്ങൾ ക്ഷമയോടെ, പ്രാർത്ഥനയോടെ, നന്ദി പറച്ചിലൂടെ കാത്തിരിക്കുക. ഈ കേട്ട വചനത്താൽ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.